കാന്റീൻ കലാപത്തിൽ മുങ്ങിയിരിക്കുകയാണ് കൊച്ചി. കോർപ്പറേഷന്റെ ന്യായവില കാന്റീനുകളെ ചൊല്ലി CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കലഹം. കോർപ്പറേഷന്റെ മുൻ ഭരണസമിതി ആരംഭിച്ച സമൃദ്ധി ഹോട്ടലുകൾക്ക് സമാന്തരമായി ഇന്ദിരാ കാന്റീനുകൾ തുടങ്ങാനുള്ള പുതിയ ഭരണസമിതിയുടെ തീരുമാനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ബിഷപ്പ് രഹിത കൊച്ചി എന്ന വലിയ പ്രൊജക്ട് നടപ്പാക്കിയാണ് മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സമൃദ്ധി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും സമൃദ്ധിയിൽ നമുക്ക് ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് 30 രൂപയ്ക്ക് ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ നടക്കുന്നുള്ളൂ. കോൺഗ്രസിന്റെ UDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ കൊച്ചി നഗരസഭ നടപ്പാക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രഭാത ഭക്ഷണവും നൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേയർ VK മിനിമോളിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കോർപ്പറേഷൻ സമിതി പ്രഖ്യാപിച്ച 21 കർമ്മ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ദിരാ ക്യാന്റീനുകൾ. 10 രൂപയ്ക്ക് പ്രഭാത രാത്രി ഭക്ഷണം ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. ഭക്ഷണമല്ല, പുതിയ ഭരണസമിതിയുടെ ക്യാന്റീനുകൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് അജണ്ടയെന്ന് CPIM ആരോപണം. ലോകശ്രദ്ധ ആകർഷിച്ച ഭക്ഷ്യവിതരണ ശാലയാണ് സമൃദ്ധി. ഇന്ദിരാ ക്യാന്റീനുകൾ തുടങ്ങുന്നവർ സമൃദ്ധി പൂട്ടിക്കരുതെന്ന മുൻ മേയർ M. അനിൽകുമാർ. ഇന്ദിരാ ക്യാൻറ്റീൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അവർ ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ആ കുടുംബത്തിൽ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വാഭാവികമായിട്ട് അവർ അതിനൊപ്പം ഇടും. അത് ഈ വർഷങ്ങളായിട്ട് ഇന്ത്യ മുഴുവനും കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഭക്ഷണം ആരുടെ പേരിലാണെങ്കിലും കൊടുക്കുന്നത് സൗജന്യമായ നിരക്കിൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഈ സമൃദ്ധിക്കകത്ത് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സമൃദ്ധി പൂട്ടിക്കരുത്. സർക്കാർ സബ്സിഡി പിൻവലിച്ചതോടെ 10 രൂപയ്ക്ക് ഊണ് നൽകിയിരുന്ന സമൃദ്ധിയിൽ വില 30 ഉയർന്നു. സമൃദ്ധി വലിയ ബ്രാൻഡായി മാറിയതോടെയാണ് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകാൻ ഇന്ദിരാ ക്യാന്റീനുകൾ തുടങ്ങുന്നതെന്നാണ് UDF ഭരണസമിതിയുടെ വിശദീകരണം. LDF UDF ക്യാന്റീൻ ലഹളയ്ക്കിടയിലും സമൃദ്ധി കരുത്തോടെ മുന്നോട്ട് തന്നെ. ഫോർട്ട് കൊച്ചിയിലെ സമൃദ്ധി ഹോട്ടലിന് സമീപത്താണ് ആദ്യ ഇന്ദിരാ ക്യാന്റീൻ ഒരുങ്ങുന്നത്. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് പൊതുവായിരുന്ന നിലപാട്. സമൃദ്ധിയും ഇന്ദിരാ ക്യാന്റീനും രണ്ടും അനിവാര്യമാണ്. കാരണം പട്ടിണിരഹിതമായ ഒരു ജനതയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.